Cropping pattern in India. By cropping pattern, we mean the proportion of area under different crops at a point of time. Changes in this distribution over a period of time and factors determine this change in distribution. ക്രോപ്പിംഗ് പാറ്റേൺ അല്ലെങ്കിൽ ക്രോപ്പ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തെ ഒരു പ്രൊപ്പോർഷൻ ഓഫ് ഏരിയയിൽ ഏതൊക്കെ തരം വിഭവങ്ങളാണ്, ഏതൊക്കെ തരം ക്രോപ്സാണ് നമ്മളിവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്, ആ ഡിസ്ട്രിബ്യൂഷനിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ട്, അതുപോലെ എന്തൊക്കെ ഘടകങ്ങളാണ് ആ മാറ്റങ്ങളെ സ്വാധീനിക്കുന്നത്. അപ്പോൾ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, proportion of area under different crops at a point of time. Proportion of area under different crops at a point of time. രണ്ടാമത്തത്, changes in the distribution over a period of time. മൂന്നാമത്തത്, factors determining this change in distribution. ഈ 3 ഘടകങ്ങളാണ് ക്രോപ്പിംഗ് പാറ്റേണിൽ പറയുന്നത്. അടുത്തതായി, ക്രോപ്പിംഗ് പാറ്റേൺ ഇൻ ഇന്ത്യ ഈസ് ഡിറ്റർമൈൻഡ് ബൈ മെയിൻലി നാച്ചുറൽ ഫാക്ടേഴ്സ്. അതായത് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലുള്ള ക്രോപ്പിംഗ് പാറ്റേൺ ഡിറ്റർമൈൻ ചെയ്യുന്ന പല ഘടകങ്ങളുമുണ്ട്. നമ്മുടെ ഇവിടെ കൂടുതലായിട്ട് നാച്ചുറൽ ഫാക്ടേഴ്സാണ്. റെയിൻഫോള്, ക്ലൈമറ്റ്, സോയിൽ, ഇതെല്ലാമാണ് നമ്മുടെ കണ്ടീഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ടെക്നോളജിക്കൽ ഫാക്ടേഴ്സും നമ്മുടെ ഇവിടെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഘടകങ്ങളാണ്. അതുപോലെ അതിൻ്റെ സമ്മറി നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഫുഡ് ക്രോപ്സിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് സെറൽസ്, മില്ലറ്റ്സ്, പൾസസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ആൻഡ് ദേ കവർ 3/4 ഓഫ് ടോട്ടൽ ക്രോപ്ഡ് ഏരിയ. മൊത്തം ക്രോപ്ഡ് ഏരിയയുടെ 3/4 ഭാഗം, 3/4 അടങ്ങിയിട്ടുള്ള ക്രോപ്സ് എന്ന് പറയുന്നത് സിറൽസ്, മില്ലറ്റ്സ്, പൾസസ്, വെജിറ്റബിൾസ് എന്നിവയാണ്. ഓഫ് ദ ടോട്ടൽ ഏരിയ അണ്ടർ ഫുഡ് ഗ്രൈൻസ് എ ലാർജ് പ്രൊപ്പോർഷൻ ഇസ് ഓക്യുപ്പൈഡ് ബൈ സിറൽസ്. ഇതിൽ തന്നെ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് സിറൽസ് ആണ്. ഇതിൽ 1950-51 കാലഘട്ടത്തിൽ 97.3 മില്യൺ ഹെക്ടേഴ്സ് ആണ് ഫുഡ് ഗ്രെയിൻസിലുള്ളതെങ്കിൽ ഇതിൽ 78.2 മില്യൺ ഹെക്ടേഴ്സ്, 97.3 ഹെക്ടേഴ്സിൽ 78.2 ഹെക്ടേഴ്സും സിറിൽസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്, അതായത് 80%. അതുപോലെ തന്നെ 121.3 2009-10 ആയപ്പോഴത്തേക്കും 121.3 മില്യൺ ഹെക്ടേഴ്സിൽ 98 ഹെക്ടേഴ്സാണ്, 98 മില്യൺ ഹെക്ടേഴ്സ്, അതായത് 80.8% ആണ് നമ്മൾ സിറൽസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പൾസസ് എന്ന് പറയുന്നത് 18 മുതൽ 19% വരെയാണ് പൾസസിന് വേണ്ടി നീക്കി വെച്ചിരുന്ന ആ ഒരു ഏരിയ. ഇനി അടുത്തതായി റൈസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുഡ് ഗ്രെയിൻ ക്രോപ്പ്. 1950-51 ഇത് 30.8 മില്യൺ ഹെക്ടേഴ്സിലും അത് 31.6 മില്യൺ ഹെക്ടേഴ്സിലോട്ട് അത് ചേഞ്ചസ് ഉണ്ടായി. പിന്നെ 2009-10 കാലഘട്ടത്തിൽ 41.8 മില്യൺ ഹെക്ടേഴ്സും 34.5 മില്യൺ പെർസെൻറ്റേജ് അത്രത്തോളം നമ്മളതിനെ യൂട്ടിലൈസ് ചെയ്യുന്നു. അപ്പോൾ 31.6 നിന്ന് 41.8 മില്യൺ ഹെക്ടറിലോട്ട് അത് മാറി. ദിസ് ഷോസ് ദാറ്റ് റൈസ് ഇൻ ഗ്രോൺ ഓൺ മോർ ദാൻ 1/3. അപ്പോൾ മൊത്തം ഏരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ റൈസാണ് ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. എല്ലാ സ്റ്റേറ്റ്സിലും അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ഓൺ അക്കൗണ്ട് ഓഫ് നോട്ടബിൾ ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് റൈസ് ഓവിങ് ടു സ്പെഷ്യലൈസ് പ്രൊഡക്ഷൻ സ്പെഷ്യലൈസ് എന്നാണ് അവിടെ ഉള്ളത്. പ്രൊഡക്ഷൻ പ്രോഗ്രാംസും റൈസ് ടെക്നോളജിയൊക്കെ സ്പെഷ്യലൈസേഷൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ വളരെയധികം എക്സ്റ്റൻഷൻസും റിസർച്ചൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. വീറ്റാണ് അടുത്തത്. വീറ്റും ഇതുപോലെ തന്നെ 9.8 മില്യൺ ഹെക്ടറിൽ നിന്ന് മാറി 28.5 23.5 ഒക്കെ ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ വീറ്റിൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാം പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശൊക്കെയാണ്, ബീഹാർ വീറ്റിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോസ് എന്തുകൊണ്ടാണ് ഈ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം ഇവിടെ പറയുന്നത് ടെക്നോളജിക്കലായിട്ടുള്ള ബ്രേക്ക് ത്രൂ വിച്ച് അച്ചീവ്ഡ് ഇൻ വീറ്റിലുണ്ടായ ടെക്നോളജിക്കലായിട്ടുള്ള അച്ചീവ്മെൻ്റ് ആണ് പ്രൊഡക്ഷനിൽ എത്രത്തോളം വർധനവ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ കോഴ്സുറൽസ് എന്ന് പറയുന്നത് ഡിസപ്പോയിൻറ്റിങ് ആണ്. അതായത് ബാജ്ര, മേസ് അതൊക്കെ ഡിക്ലൈൻ, നമ്മളിതുവരെ പറഞ്ഞിട്ടുള്ളതൊക്കെ ഇൻക്രീസ് ചെയ്തു. പക്ഷേ സിറൽസിൻ്റെ ഒരു ഭാഗമായ ജോവർ, ബാജ്ര, മേസ് എന്നൊക്കെ ചോളം ഇവരുടെയൊക്കെ ആ ഒരു ഏരിയയിൽ ഡിക്ലൈനാണ് കാണുന്നത്. അതായത് 28.6% നിന്ന് 20.4% ഡിക്ലൈൻ ചെയ്തു. വെറൈറ്റൽ ഇംപ്രൂവ്മെൻറ്റ്സ് though not completely bypassed have nevertheless been less sustainable. Sustainability കുറവാണ്. അതുപോലെ ഹൈ yielding varieties can yield 3 to 7 times more than traditional. അപ്പോൾ പക്ഷേ ഇതിലൊരു ചെറിയൊരു വേരിയേഷൻ, ഹൈ yielding വെറൈറ്റി, ട്രഡീഷണൽ വെറൈറ്റി, ഇപ്പോൾ ഈ മേസ് ആണെങ്കിലും ബാജ്ര ആണെങ്കിലും ട്രഡീഷണൽ വെറൈറ്റീസിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ടിവിറ്റീനേക്കാളും വളരെ 7 times അധികമാണ് നമ്മുടെ ഹൈ yielding വെറൈറ്റി സീഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന അത്. പിന്നെ ഓയിൽ സീഡ്സിൽ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് 10.7 നിന്ന് 19. അതുപോലെ തന്നെ വളരെയധികം ഇൻക്രീസ് ടു അച്ചീവ് സെൽഫ് സഫിഷ്യൻസി. എഡിബിൾ ഓയിലൊക്കെ വളരെയധികം മാറ്റം ഉണ്ടായിട്ടുണ്ട്. ടെക്നോളജിക്കൽ മിഷൻ ഓൺ ഓയിൽ സീഡ്സ് TMO എന്ന് പറയുന്നൊരു സംഭവം 1986. അതുപോലെ തന്നെ ഓയിൽ സീഡ്സ് പ്രൊഡക്ഷൻ ത്രസ്റ്റ് പ്രോഗ്രാം 1987-88 ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ 19 മില്യൺ ഹെക്ടേഴ്സിൽ നിന്ന് 26.2 മില്യൺ ഹെക്ടേഴ്സ്, അതായത് 1985 നമ്മൾ 19 പറഞ്ഞിട്ടുള്ളത്, 26.2 എന്ന് പറയുന്നത് 1998-99. Thereafter ഇറ്റ് സ്റ്റാർട്ടഡ് ഫോളിങ്. പിന്നെ അത് കുറയുകയാണ്. 23.7, 26. 2010 ആയപ്പോഴത്തേക്കും 26.1 ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ കമേഴ്ഷ്യൽ ക്രോപ്സ് എന്ന് പറയുന്നത് നമ്മൾ കൈകാര്യം എടുക്കുകയാണെങ്കിൽ ഷുഗർ കെയിനിലുള്ള ഏരിയ എന്ന് പറയുന്നത് 2.8 നിന്ന് 4.2 വർദ്ധിക്കുകയും കോട്ടൺ ഏരിയ അണ്ടർ കോട്ടൺ 5.9 നിന്ന് 10.3, ജൂട്ട് മെസ്ത അത് 0.6 നിന്ന് 0.9 മില്യൺ ഹെക്ടേഴ്സിലേക്ക് അത് വർദ്ധിച്ചു. So these all data shows cropping pattern in India has been a significant change. വളരെ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അതായത് പുതിയ ടെക്നോളജി ഇൻട്രൊഡക്ഷനിലൂടെ വീറ്റ് ഇൻക്രീസ് ചെയ്തു. നമ്മൾ പറഞ്ഞു mid-60s വീറ്റിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു. അതുപോലെ തന്നെ കോഴ്സ് ഗ്രെയിൻസ്, പൾസസ് അതൊക്കെ ഡിക്ലൈൻ ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. പിന്നെ വിത്ത് ദ ലോഞ്ചിങ് ഓഫ് ടെക്നോളജിക്കൽ ഓയിൽ സീഡ്സ് എക്സ്പാൻഡ് ചെയ്തു. അതുപോലെ തന്നെ 1980s to 90s there was a shift in favor of oil seeds as the pressure of edible oil imports forced a decision on the part to achieve self-sufficiency. അപ്പോൾ ഇമ്പോർട്ടിങ് ഓയിൽ സീഡ്സ് എന്ന് പറഞ്ഞാൽ അത്ര നല്ലതല്ല. അപ്പോൾ ഇവിടെ സെൽഫ് സഫിഷ്യൻ്റ് ആവാനുള്ളത് നോക്കുകയും അതിനനുസരിച്ച് എഡിബിൾ ഓയിൽ സെൽഫ് സഫിഷ്യൻ്റ് ആവുകയും മാറ്റങ്ങളുണ്ടാവുകയും ചെയ്യുന്നു. About 7 million hectares of additional area came under. അപ്പോൾ ഓയിൽ സീഡ്സിലാണ് നമ്മൾ മെയിനായിട്ട് ഒരു കാര്യം പറയുന്നത്, വളരെയധികം അവിടെ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. എന്താണ് ക്രോപ്പ് ഇൻറ്റൻസിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇമ്പോർട്ട് റെഡ്യൂസ് ചെയ്യാൻ, സെൽഫ് സഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനാണത്. ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മളിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് വിത്ത് ദ പേർപ്പസ് ഓഫ് ബെറ്റർ ക്രോപ്പ് ബാലൻസ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടി, അതുപോലെ എക്സ്പോർട്ട് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹോർട്ടിക്കൾച്ചർ ക്രോപ്സിലാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഫ്രൂട്ട്, വെജിറ്റബിൾ, സ്പൈസസ്, ഫ്ലോറിക്കൾച്ചർ, കോക്കനട്ട്, കാഷ്യൂ ഇതൊക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ മുൻതൂക്കം നിൽക്കുന്ന ക്രോപ്പ്. അപ്പോൾ ഇവയ്ക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. അതുപോലെ ബേസ്ഡ് ഓൺ ക്രോപ്സ് ഇസ് ബീങ് പ്രിപ്പയർഡ്, അഡോപ്ഷൻ ന്യൂ ടെക്നോളജി ഇസ് ബീങ് ദെയർ എൻകറേജ്ഡ്
പിന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇസ് വെരി ഷോർട്ട് 1 week to 3. ഡെവലപ്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ ഇസ് പോസിബിൾ ഇഫ് ഫുഡ് പ്രോസസ്സിംഗ് ഒക്കെ, അതായത് അഡിക്വേറ്റ് അറ്റൻഷനിലൂടെ ഇപ്പോൾ ഒരു ദിവസം 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നിൽക്കുന്ന ഫുഡ് പ്രോസസ്സിംഗ് ആക്ടിവിറ്റിയിലൂടെ കുറച്ചും കൂടി ഒരു വീക്ക് 2 വീക്ക് 3 വീക്കോളം ഇൻക്രീസ് ചെയ്യാനുള്ള അത്. അപ്പോൾ അങ്ങനത്തെ ഫുഡ് പ്രോസസ്സിങ്, മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസ്സിംഗ് ഒക്കെ വന്നു നമ്മുടെ ഇവിടെ. ദ ഐഡിയ ബിഹൈൻഡ് സെറ്റിംഗ് അപ്പ് ഓഫ് ഫുഡ് is enable small and medium entrepreneurs. പിന്നെയും കോൾഡ് സ്റ്റോറേജ് എൻ്റർപ്രൈസസ് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കറിയാം അഗ്രേറിയൻ അല്ലെങ്കിൽ ക്രോപ്പിൻ്റെ ഒപ്പം തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് സ്റ്റോറേജ്, വെയർ ഹൗസ്, ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറീസ്, ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഇതായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്രോപ്പിംഗ് പാറ്റേണിൽ. അപ്പോൾ ഒരു സമ്മറി പോലെ പറയുകയാണെങ്കിൽ നമുക്കറിയാം ക്രോപ്പിംഗ് പാറ്റേണിലുള്ള വ്യതിയാനങ്ങൾ, റൈസിൻ്റെ സിറ്റുവേഷൻ, വീറ്റ്, സിറിൾ, പൾസസ്, അപ്പോൾ ഇതിൻ്റെയൊക്കെ കണ്ടീഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കുക. അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസ്സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന കമോഡിറ്റീസ്, ഗുഡ്സിന് മുൻതൂക്കം കൊടുത്തിട്ടാണ് നമ്മളിവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ് കേട്ടോ എല്ലാവർക്കും. താങ്ക് യു.